ഹായ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ബിസ്ക്കറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു സിമ്പിൾ സ്വീറ്റിൻ്റെ റെസിപ്പിയാണ്. ഇത് കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. കാരണം ഇതിന് കഴിക്കുമ്പോൾ ഒരു 5 സ്റ്റാർ ചോക്ലേറ്റൊക്കെ കഴിക്കുന്ന ഒരു ടേസ്റ്റാണ് ഇതിനുണ്ടാവുക. അതേപോലെ തന്നെ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി, വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ബിസ്ക്കറ്റ് കൊണ്ട് ഇത് ഉണ്ടാക്കാമെന്ന് ഒന്ന് നോക്കിയാലോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഹൈഡ് ആൻഡ് സീക്കിൻ്റെ ബിസ്ക്കറ്റാണ്. അല്ലെങ്കിൽ നമുക്ക് ചോക്ലേറ്റ് ഫ്ലേവറിലുള്ള ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും നമുക്കിതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഞാനിവിടെ 125 ഗ്രാംസിൻ്റെ ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് മിക്സിയിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. കണ്ടോ, ഇതേപോലെ നല്ല പൗഡറായിട്ട് വേണം നമ്മൾ പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. എന്നാലാണ് നമുക്ക് നല്ല എളുപ്പത്തിൽ തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. ഇനി ഞാൻ കുറച്ച് കാഷ്യൂനട്ട്സ്, ബദാം, പിസ്ത നല്ല തരി പോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഏത് നട്ട്സും നമുക്ക് വേണമെങ്കിൽ ഇതിൽ ചേർക്കാം. അതേപോലെ തന്നെ സ്വീറ്റ് കണ്ടൻസ് മിൽക്ക് വേണം. ഞാനിവിടെ നെസ്ലയുടെ മിൽക്ക് മെയ്ഡാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് കുറച്ച് മാത്രം മതി. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കണമെന്നൊന്ന് നോക്കാം. ഇനി ഒരു ബൗൾ എടുക്കുക. ആ ബൗളിലേക്ക് നല്ല പൗഡറായിട്ട് നമ്മൾ പൊടിച്ച് വെച്ചിരുന്ന ബിസ്ക്കറ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ബിസ്ക്കറ്റ് നമ്മൾ പൊടിക്കുമ്പോൾ എപ്പോഴും നല്ല പൗഡറായിട്ട് തന്നെ പൊടിച്ച് കൊടുക്കുക. നമുക്ക് ഏത് ബ്രാൻഡ് ബിസ്ക്കറ്റ് വേണമെങ്കിലും ഉപയോഗിക്കാം. ചോക്ലേറ്റ് ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഹൈഡ് ആൻഡ് സീക്കിൻ്റെ ബിസ്ക്കറ്റ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് നല്ല തരി പോലെ പൊടിച്ച് വെച്ചിരുന്ന നട്ട്സ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഏത് നട്ട്സ് ഉപയോഗിച്ചും നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അത് കടിക്കുമ്പോൾ തന്നെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നട്ട്സൊക്കെ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ള ഒരേ ഒരു ഇൻഗ്രീഡിയൻ്റ് ഉള്ളൂ ബാക്കി, അതാണ് കണ്ടൻസ്ഡ് മിൽക്ക്. ഇപ്പോൾ ഓൾറെഡി നമുക്ക് ഈ ചോക്ലേറ്റ് ബിസ്ക്കറ്റ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും. അതുകൊണ്ട് നമുക്കൊരു 5 ടേബിൾ സ്പൂൺ മാത്രം ഈ മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്ക് ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. സ്പൂൺ ഉപയോഗിച്ച് മിക്സ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാനിവിടെ കൈ ഉപയോഗിച്ചിട്ടാണ് ഇത് മിക്സ് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ നന്നായിട്ട് കണ്ടൻസ് മിൽക്ക് ഈ ബിസ്ക്കറ്റിൻ്റെ നട്ട്സിൻ്റെയും എല്ലാ ഭാഗത്തും ഒരേപോലെ കൂടി ചേരുന്ന പോലെ വേണം നമ്മളിത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഇതൊരു മാവിൻ്റെ പരുവായിട്ട് കിട്ടും. അതേപോലെ നമ്മളൊന്ന് ആക്കിയെടുക്കണം. അപ്പോൾ നമുക്ക് ഇത് ഇനി ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് ആക്കിയെടുക്കാൻ പറ്റും. വേണമെങ്കിൽ നമുക്ക് ഇതേപോലെ 2 കൈ ഉപയോഗിച്ച് നന്നായിട്ട് ഉരുട്ടി കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് നമുക്ക് ആക്കിയെടുക്കാം. അല്ലെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് ആക്കിയെടുക്കാം. കണ്ടോ, ഇതേപോലെ ബോൾസ് ആക്കിയാലും നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. നമുക്കിത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ആക്കിയെടുക്കാം. ഞാൻ ഇതേപോലെ നീളത്തിൽ ഒരു സിലിണ്ടറിക്കൽ ഷേപ്പാണ് ഞാനിവിടെ എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഏത് ഷേപ്പ് വേണോ അതനുസരിച്ച് നമുക്ക് കൈകൊണ്ട് ഷേപ്പ് ചെയ്തെടുത്താൽ മതി. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഞാൻ ഇവിടെ ഒരു കുഞ്ഞ് പീസ് ബട്ടർ പേപ്പർ എടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ അടിയിൽ നമ്മൾ വെക്കുന്ന പേപ്പർ ഉണ്ടല്ലോ, ആ പേപ്പറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് നിർബന്ധമൊന്നുമില്ല, അതുണ്ടെങ്കിൽ അത് എടുക്കാം. എന്നിട്ട് കുഞ്ഞിതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിന് ചുറ്റും ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. അപ്പോൾ അത് പരസ്പരം ഒട്ടിപ്പിടിക്കാതൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുക. അപ്പോൾ അത് ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഒരെണ്ണം നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയൊക്കെ ചെയ്തെടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പം നമ്മളെല്ലാം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 8 എണ്ണം ചെയ്തിട്ടുണ്ട്. ഇനി ഫ്രിഡ്ജിൽ ഒരു 30 മിനിറ്റ് വെച്ചതിന് ശേഷം ഇത് നമുക്ക് കഴിക്കാവുന്നതാണ്.
അങ്ങനെ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ചോക്കോനട്ട്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.